2024 നീറ്റ് കെമിസ്ട്രിയിലെ 7ാമത്തെ ചോദ്യമാണ് 7th ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ 6 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ്. 2-methyl cyclohexanol PBr3 റിയാക്ട് ചെയ്യാണ്. ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് കിട്ടുന്ന പ്രൊഡക്റ്റിനെ ആൽക്കഹോളിക് KOH ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഈ എനെയും ബിനെയും ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വരച്ച് തന്നെ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? 2-methyl cyclohexanol ആണ്. 2-methyl രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. ഇത് PBr3 ട്രീറ്റ് ചെയ്യുന്നത്. PBr3 ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ OH മാറി പകരം Br വരും. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റ് ഞാൻ വരയ്ക്കുകയാണ്. ആദ്യത്തെ പ്രൊഡക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പ്രൊഡക്റ്റ് A എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ ആൽക്കഹോളിക് KOH ഹീറ്റ് ചെയ്യുകയാണ്. ആൽക്കഹോളിക് KOH ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ബ്രോമിന് ബീറ്റ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ചേർന്ന് HBr ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ആരാണ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം? നിങ്ങൾ പേടിക്കണ്ട. ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുക. ആൽഫ കാർബണിന്റെ തൊട്ടടുത്തിരിക്കുന്ന കാർബൺ ആറ്റമാണ് ബീറ്റ കാർബൺ. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് 2 കാർബൺ ഉണ്ട്. ഇതും ബീറ്റ കാർബൺ ആണ്, ഇതും ബീറ്റ കാർബൺ ആണ്. സോ ഈ ആദ്യത്തെ ബീറ്റ കാർബണിൽ 2 ബീറ്റ ഹൈഡ്രജൻ ആറ്റങ്ങളും, ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജൻ ആറ്റമാണ് ബീറ്റ ഹൈഡ്രജൻ. ആൻഡ് രണ്ടാമത്തെ ബീറ്റ കാർബണിൽ ഒരു ബീറ്റ ഹൈഡ്രജൻ ആറ്റവുമാണുള്ളത്. അപ്പോൾ ഈ Br-ഉം ഈ ഹൈഡ്രജനും ചേർന്ന് HBr ആയിട്ട് പുറത്തേക്ക് പോകാം. അതാണ് ആദ്യത്തെ പോസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെയായിരിക്കും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക, ഒരു ആൽക്കീൻ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ആൻഡ് ഈ ഹൈഡ്രജനും ഈ Br-ഉം കൂടിയാണ് പോകുന്നതെങ്കിൽ ഇവിടെയായിരിക്കും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക. സോ 2 പ്രൊഡക്റ്റും വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം. 2 പ്രൊഡക്റ്റും നിങ്ങൾ എഴുതി നോക്കുക. അതിൽ ആരാണ് സ്റ്റേബിൾ എന്ന് നമുക്ക് അതിനുശേഷം ഐഡന്റിഫൈ ചെയ്യാം. സോ CH3ക്ക് 2 മാറ്റമില്ല. ഇവിടെയും CH3, ഇവിടെയും CH3. മക്കളെ, ഈ ഹൈഡ്രജനും ഈ Br-ഉം HBr പുറത്തേക്ക് പോയാൽ ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ കോമ്പൗണ്ട് വരച്ചു. ഇനി ഇതേ Br-ഉം ഇപ്പുറത്തെ ഹൈഡ്രജനും ആറ്റവും കൂടി പുറത്തേക്ക് പോയാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക. ഇതിൽ ഏത് ആൽക്കീനാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക? അത് സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ചാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക. സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ഏതാണോ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ അതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഏത് ബീറ്റ കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കുറവ്, അവിടെ നിന്നായിരിക്കും ഹൈഡ്രജൻ Br-ന്റെ കൂടെ പുറത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു CH3 ഉണ്ട്. ഒറ്റ ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ, ബീറ്റ ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ. രണ്ടാമത് ഇവിടെയോ 2 ബീറ്റ ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണമുള്ള ഇവിടെ നിന്നായിരിക്കും ഇത് പുറത്തേക്ക് പോവുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് എനെയും ബിനെയും ഐഡന്റിഫൈ ചെയ്തു.